എല്ലാവർക്കും സ്വാഗതം. ഏക കർത്താവിൽ നിന്ന് സ്വീകരിച്ചതും ഏക മാമോദീസ വഴി പകർന്നു കൊടുക്കുന്നതുമായ ഏക വിശ്വാസം. നൂറ്റാണ്ടുകളിലൂടെ സഭ അനവധി ഭാഷകളിലും സംസ്കാരങ്ങളിലും ജനപദങ്ങളിലും രാഷ്ട്രങ്ങളിലും അവിരാമം പ്രഖ്യാപിച്ചു പോരുന്നു. കണ്ടോ, ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മളാകെ അന്തം വിടുകയാണ്. നമ്മൾ നോക്കുമ്പോൾ കത്തോലിക്കർ, ഓർത്തഡോക്സ്, മലങ്കര അല്ലെങ്കിൽ പന്തക്കോസ്ത, ഈ മറ്റ് മതവിഭാഗങ്ങൾ, മുസ്ലിം, സിഖ്, പഞ്ചാബി, പാഴ്സി, എന്നാൽ ഒരു ദൈവമേ ഉള്ളൂ. കണ്ടോ, ഒരു വിശ്വാസമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് നമ്മളിതെല്ലാം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കാണുന്ന ഈ അവസ്ഥയുമായിട്ട് എങ്ങനെ ഇതിനെയൊക്കെ നമുക്ക് അനുനയിപ്പിക്കാമെന്നത് വലിയ രഹസ്യമാണത്. ഒരേ സഭയിൽ തന്നെ എന്തെല്ലാം ഭിന്നതകളാണ്. ഒരേ സഭയിൽ തന്നെ ഏക കർത്താവിൽ നിന്ന് സ്വീകരിച്ചതും ഏക മാമോദീസ വഴി പകർന്നു കൊടുക്കുന്നതുമായ ഏക വിശ്വാസം. നൂറ്റാണ്ടുകളിലൂടെ സഭ അനവധി ഭാഷകളിലും സംസ്കാരങ്ങളിലും ജനപദങ്ങളിലും രാഷ്ട്രങ്ങളിലും അവിരാമം പ്രഖ്യാപിച്ചു പോരുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞതല്ല. മലങ്കര കത്തോലിക്കർ, സുറിയാനി കത്തോലിക്കർ, ലത്തീൻ കത്തോലിക്കർ, എന്തിനാണ് ഇങ്ങനെ ഒരുപാട് റീത്തുകൾ? പലപ്പോഴും ചിലർ ചോദിക്കാറുള്ളതാണ്. ഒന്ന് പോരെ? എന്തിനാണ്? ഒന്ന് തന്നെയാണ്. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ റീത്തുകൾ ഉണ്ടായതും അതിനെക്കുറിച്ചെല്ലാം മനസ്സിലാകണം. പെട്ടെന്നൊരു വാക്ക് പറഞ്ഞോട്ടെ. ആദിമ സഭയിൽ അപ്പസ്തോലന്മാർ നാനാഭാഗത്തേക്കും അയക്കപ്പെട്ടു. ഒരു വിശ്വാസമാണ്. അവർ ആ സ്ഥലങ്ങളിൽ ഇതുപോലെ വാട്സപ്പോ ഫേസ്ബുക്കോ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ലാതിരിക്കെ ആ സ്ഥലത്തെ ആളുകളും ദൈവവും പരിശുദ്ധാത്മാവുമായിട്ട് ആലോചിച്ച് അവർ അവിടെ ആരാധനാ രീതികളുണ്ടാക്കി. അതിനുശേഷം 500-1000 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരെല്ലാം ഒരുമിച്ച് കൂടുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത്, എടാ നിങ്ങളോടെ ഇങ്ങനെയാണോ കുർബാന അർപ്പിക്കണേ? ഞങ്ങളോടെ ഇങ്ങനെയാ. അത് ഭയങ്കര മനോഹരമായിരിക്കുന്നല്ലോ. ഒരേ കുർബാന, ഒരേ ഈശോ, ഒരേ വിശ്വാസം, ഒരേ പിതാവ്, എന്നാൽ വ്യത്യസ്ത രീതികൾ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തെല്ലാം ഉള്ളത് ഒരു കർത്താവ്, ഏക കർത്താവിൽ നിന്ന് സ്വീകരിച്ചത് ഏക മാമോദീസ വഴി പകർന്ന് കൊടുക്കുന്നതുമായ ഏക വിശ്വാസമാണ്. നൂറ്റാണ്ടുകളിലൂടെ സഭ അനവധി ഭാഷകളിലും, കണ്ടോ എന്തോരം ഭാഷകളാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്തോരം ഭാഷകളാണ്. അനവധി ഭാഷകളിലും സംസ്കാരങ്ങളിലും ജനപദങ്ങളിലും രാഷ്ട്രങ്ങളിലും അവിരാമം പ്രഖ്യാപിച്ചു പോരുന്നു. അതാണ് എന്തോ ഒരു മനോഹരമാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു മനോഹാരിത അതാണ്. ഓരോ സ്റ്റേറ്റിലും വേറെ ഭാഷ, വേറെ ആചാരങ്ങൾ, വേറെ അനുഷ്ഠാനങ്ങൾ, വേറെ സംസ്കാരങ്ങൾ. എന്നാൽ ഏക കർത്താവ്, ഏക മാമോദീസ, ഏക വിശ്വാസം. എല്ലാ മനുഷ്യരുടെയും ദൈവവും പിതാവും ഏകനാണെന്ന ബോധ്യത്തിൽ ശ്രദ്ധിക്കണം. ഇതാണ് ഈ കാറ്റഗിസം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഏറ്റവും ചെറിയ വാക്കിനെ വിശദമായിട്ട് ചിന്തിക്കണം. ഇപ്പോൾ ഇവിടെ കേട്ടോ, എല്ലാ മനുഷ്യരുടെയും ഉണ്ടോ? എല്ലാ സഭാമക്കളുടെയും എന്നല്ല പറയണത്, എല്ലാ വിശ്വാസികളുടെയും എന്നല്ല പറഞ്ഞത്,
എല്ലാ മനുഷ്യരുടെയും, കേട്ടോ, എല്ലാ മനുഷ്യരുടെയും ദൈവവും പിതാവും ഏകനാണെന്ന ബോധ്യത്തിൽ അധിഷ്ഠിതമാണ് ഈ വിശ്വാസം. അതാണ്, ഏകനാണെന്നുള്ള ബോധ്യത്തിൽ അധിഷ്ഠിതമാണ് ഈ വിശ്വാസം. ഇനി വിശുദ്ധ ലയോൺസിലെ വിശുദ്ധ ഈ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് എഫേസ്യോസ് 4 അധ്യായം 4 മുതൽ 6 വരെ, അത് പൗലോസ്ലീഹയുടെ മാസ്റ്റർ പീസ് വചനമാണ്. എഫേസ്യൻസ് 4 മുതൽ 6 വരെയുള്ള വചനങ്ങൾ എല്ലാം ഒരേ പിതാവ്, ഒരേ ദൈവം, ഒരേ ആത്മാവ്, ഒരേ ശരീരം, ഒരേ ക്രിസ്തു, ഇത് നമുക്ക് കാണാം. അത് അപ്പോൾ അതിനെ കൂടി അവലംബിച്ചുകൊണ്ടാണ് എല്ലാ മനുഷ്യരുടെയും ദൈവവും പിതാവും ഏകനാണെന്ന ബോധ്യത്തിൽ അധിഷ്ഠിതമാണ് ഈ വിശ്വാസം. ഇതാ, ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ, കണ്ടോ, ഒരു ശരീരവും ഒരാത്മാവുമാണുള്ളത്, ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. സകലത്തിലും ഉപരിയും സകലതിലൂടെയും സകലതിലും വർദ്ധിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം, ഒരുവൻ മാത്രം. നമ്മുടെ എല്ലാം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും ദൈവം ഒരുവൻ മാത്രം, ഒരുവൻ മാത്രം. ഇതെല്ലാം ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന വാക്കെന്താ? ഫ്രത്തേലി ടൂത്തി, ഫ്രത്തേലി ടൂത്തി. എല്ലാവരും സഹോദരങ്ങളാണ്. കണ്ടോ? അപ്പോൾ ഇത് പുതിയ കാര്യമാണോ? ഇത് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്നൊരു കാര്യമാണോ? ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരാത്മാവുമാണുള്ളത്, ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. 4:4 എഫേസ്യോസ് 4:4 ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 4 മുതൽ 6 വരെ. സകലത്തിലും ഉപരിയും ഉണ്ടോ? സകലത്തിലും ഉപരിയും സകലത്തിലൂടെയും സകലത്തിലും വർദ്ധിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവായ ദൈവം ഒരുവൻ മാത്രം. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ രഹസ്യം. ആണ് സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകൻ. ലെക്സ് ഒറാൻഡി ലെക്സ് ക്രെഡൻറ്റി. പ്രാർത്ഥനയുടെ നിയമം പോലെ വിശ്വാസത്തിൻ്റെ നിയമം. അപ്പോൾ ഇനി തുടർന്ന് വിശുദ്ധ ലയോൺസിലെ വിശുദ്ധ ഇരേനിയോസ് ഈ വിശ്വാസത്തിന് സാക്ഷ്യം നൽകുന്നത് ഇങ്ങനെയാണ്. ഇനി അടുത്ത് കുറേ ഭാഗങ്ങൾ മുഴുവനും വിശുദ്ധ ഇരേനിയോസിൻ്റെ പ്രബോധനങ്ങളാണ്. വിശുദ്ധ ഇരേനിയോസ് AD 130 വിശുദ്ധ ഇരേനിയോസ് AD 130 സെക്കൻഡ് സെഞ്ച്വറി AD 130 ഉണ്ടായ ഒരു ഗ്രീക്ക്. Irenaeus was a Greek bishop noted for his role in guiding and expanding Christian communities in what is now the south of France, and more widely for the development of Christian theology and combating heresy and defining orthodoxy. സ്മിർന എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. died in Lugdunum, title as Saint, Bishop and Martyr.
ട്രഡീഷൻ ഓഫ് മൂവ്മെൻറ്റ്, ട്രിനിറ്റേറിയനിസം, ത്രിത്വൈക ദൈവാത്മകതയെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ വലിയ രഹസ്യങ്ങൾ. അപ്പോൾ AD 130 സഭാപിതാവാണ് വിശുദ്ധ ഇറേനിയോസ്. ഇനി മറ്റൊരു വിശുദ്ധൻ നമുക്കിന്ന് അടുത്ത ഇതിൽ വരുന്നത് 150 AD ജനിച്ച വിശുദ്ധ ക്ലെമൻസ് ഓഫ് അലക്സാൻഡ്രിയയാണ്. വിശുദ്ധ ക്ലെമൻസ് ഓഫ് അലക്സാൻഡ്രിയ വാസ് എ ക്രിസ്ത്യൻ തിയോളജിയൻ, ഫിലോസഫർ who taught at Catechetical School of Alexandria. Among his pupils were Origen and Alexander of Jerusalem. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം ടൈറ്റസ് ഫ്ലേവിയസ് ക്ലെമൻസ്. Known as Clement of Alexandria. Influenced by Plato, Pantanius, Pythagoras, Heraclitus, Homer, Xenophanes, ഇവരെല്ലാവരിൽ നിന്നും വലിയ തത്വശാസ്ത്രത്തിൽ, ഫിലോസഫിയിലെല്ലാം വലിയ പരിജ്ഞാനം നേടിയ ആളാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ 813 ഖണ്ഡികയിൽ കാണാം. അതിനു മുമ്പ് വിശുദ്ധ ഇറേനിയോസിൻ്റെ ഈ ടീച്ചിങ് ഒന്ന് വായിക്കാം. 173 ഖണ്ഡിക മുഴുവനും വിശുദ്ധ ഇറേനിയോസിൻ്റെയാണ്. സഭ യഥാർത്ഥത്തിൽ ലോകമെമ്പാടും ഭൂമിയുടെ അതിർത്തികൾ വരെ വ്യാപിച്ച് കിടക്കുകയാണെങ്കിലും അപ്പസ്തോലന്മാരിൽ നിന്നും അവരുടെ ശിഷ്യന്മാരിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച അവൾ ഒരേ ഒരു ഭവനത്തിൽ വസിക്കുന്നവരെ പോലെ ജാഗ്രതാപൂർവം ഈ വിശ്വാസത്തെയും പ്രഘോഷണത്തെയും പരിരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഒരാത്മാവും ഒരു ഹൃദയവും ഉണ്ടായിരുന്നാലെന്ന പോലെ വിശ്വസിക്കുന്നു. ഒരു വചനം മാത്രം ഉണ്ടായിരുന്നാലെന്ന പോലെ സഭ ഈ വിശ്വാസം പ്രഘോഷിക്കുകയും പ്രബോധിപ്പിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. ഇത് 2-ാം നൂറ്റാണ്ടിൽ എഴുതിയ കാര്യമാണെന്ന് മനസ്സിലാക്കണം. രക്തസാക്ഷിത്വത്തിൻ്റെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. കർത്താവേ, നന്ദി കർത്താവേ. ഇനി നമുക്ക് 813 പോകാം. 813 ഇതൊന്നുകൂടി വായിക്കാമോ? ഇതൊന്നുകൂടി വായിക്കാം. 173 സഭ യഥാർത്ഥത്തിൽ ലോകമെമ്പാടും ഭൂമിയുടെ അതിർത്തികൾ വരെ വ്യാപിച്ചു കിടക്കുകയാണെങ്കിലും അപ്പസ്തോലന്മാരിൽ നിന്നും അവരുടെ ശിഷ്യന്മാരിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച അവൾ. അപ്പോൾ ഇതിനെല്ലാം മനസ്സിലാക്കി സഭയിലുള്ള വിശ്വാസം ഈശോ വാക്കാൽ അപ്പസ്തോലന്മാർക്ക് പകർന്നതാണ്. അതിനുശേഷമാണ് അത് അവരെഴുതിയതും ബൈബിൾ രൂപത്തിലൊക്കെ വന്നതും. എന്നാൽ മുഴുവനും വന്നിട്ടുമില്ല. അത് അങ്ങനെ പകർന്ന ഒരു പൈതൃകമാണ്, ഒരു പാരമ്പര്യമാണ്. ഒരേ ഒരു ഭവനത്തിൽ വസിക്കുന്നവരെ പോലെ ജാഗ്രതാപൂർവം ഈ വിശ്വാസത്തെയും പ്രഘോഷണത്തെയും പരിരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഒരാത്മാവും ഒരു ഹൃദയവും എന്ന പോലെ, ഹൃദയമുണ്ടായിരുന്നാൽ എന്ന പോലെ വിശ്വസിക്കുന്നു. ഒരു വചനം മാത്രം ഉണ്ടായിരുന്നാൽ എന്നതുപോലെ സഭ ഈ വിശ്വാസം പ്രഘോഷിക്കുകയും പ്രബോധിപ്പിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഇനി 813 ഖണ്ഡികയിലേക്ക് വരാം. 813 ഖണ്ഡിക. അപ്പോൾ അവിടെ വീണ്ടും നമ്മൾ സഭയെക്കുറിച്ചാണ്. വിശ്വാസമേകമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ വിശ്വാസമേകമാകുന്നു എന്ന് പറയുമ്പോൾ ഏക കർത്താവ്, ഏക മാമോദീസ, ഏക വിശ്വാസം, അതോടൊപ്പം ഏക സഭ. അപ്പോൾ ഇവിടെ പറയുന്നത് സഭ ഏകമാകുന്നു. സഭയുടെ ഐക്യത്തിൻ്റെ വിശുദ്ധ രഹസ്യം. നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിൽ സഭ ഒരു രഹസ്യമാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. സഭ ഒരു രഹസ്യമാണ്.
ചർച്ച് ഈസ് എ മിസ്റ്ററി. ചർച്ച് ഈസ് എ മിസ്റ്ററി. സഭ ഒരു രഹസ്യമാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി നമ്മൾ. 774 ഗ്രീക്ക് ഭാഷയിലുള്ള മിസ്റ്റേറിയോൺ എന്ന വാക്ക് ലത്തീൻ ഭാഷയിലേക്ക് മിസ്റ്റീരിയം, സാക്രമെൻറ്റം എന്നീ 2 വാക്കുകൾ ഉപയോഗിച്ച് തർജ്ജമ ചെയ്തിരിക്കുന്നു. പിൽക്കാല പ്രയോഗങ്ങളിൽ സാക്രമെന്തും എന്ന പദം രക്ഷയുടെ നിഗൂഢ യാഥാർത്ഥ്യത്തിൻ്റെ ദൃശ്യമായ അടയാളത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. ഈ നിഗൂഢ യാഥാർത്ഥ്യമാകട്ടെ മിസ്റ്റേരിയം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നതാണ്. ഈ യാഥാർത്ഥ്യത്തിൽ ക്രിസ്തു തന്നെയാണ് രക്ഷയുടെ രഹസ്യം. എന്തെന്നാൽ ക്രിസ്തു അല്ലാതെ ദൈവത്തിന് രഹസ്യം വേറെയില്ല. പ്രൈസ് ദ ലോർഡ്. വിശുദ്ധരും വിശുദ്ധീകരിക്കുന്നതുമായ അവിടുത്തെ മനുഷ്യപ്രകൃതിയാണ് രക്ഷയുടെ കൂദാശ. വിശുദ്ധവും വിശുദ്ധീകരിക്കുന്നതും. അതാണ് ഈ വിശുദ്ധിയും വിശുദ്ധീകരണവും ഒരാളിൽ നിന്ന് വരുന്നു. അത് സഭയുടെ കൂദാശകളിൽ വെളിപ്പെടുത്തപ്പെടുന്നതും പ്രവർത്തനനിരതമായിരിക്കുന്നതുമാണ്. കൂദാശകളെ പൗരസ്ത്യ സഭകൾ വിശുദ്ധ രഹസ്യങ്ങൾ എന്നുകൂടി വിളിക്കാറുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇവിടെ പറയാം. അത് പറയാൻ കാരണം സഭയുടെ ഐക്യത്തിൻ്റെ വിശുദ്ധ രഹസ്യം. 813 സഭ അവളുടെ ഉറവിടം മൂലമേകമാകുന്നു. എന്താണ് സഭയുടെ ഉറവിടം? ത്രിത്വൈക ദൈവ വ്യക്തികളായ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിലുമുള്ള ഐക്യമാണ് ഈ രഹസ്യത്തിൻ്റെ പരമോന്നത മാതൃകയും ഉറവിടവും. സഭ അവളുടെ സ്ഥാപകൻ മൂലം ഏകമാകുന്നു. സ്ഥാപകൻ പത്രോസേ, നീ പാറയാകുന്നു. ഈ പാറമേൽ നീ പണിയണം എന്നല്ല പറഞ്ഞത്, നമ്മൾ പണിയണം എന്നല്ല പറഞ്ഞത്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ. കണ്ടോ? ആര് പണിയും? ഞാൻ തന്നെ പണിയും. ക്രിസ്തു തന്നെ പണിയും. സഭ അവളുടെ സ്ഥാപകൻ മൂലം ഏകമാകുന്നു. എന്തെന്നാൽ ശരീരമായി തീർന്ന വചനം. പ്രൈസ് ദ ലോർഡ്. ഇതാണ്, അത് വലിയൊരു പ്രയോഗമാണിത്. അവതീർണ വചനം എന്ന് നമ്മൾ പറയുന്നത്. ശരീരമായി തീർന്ന വചനം, സമാധാനത്തിൻ്റെ രാജകുമാരൻ, കുരിശ് വഴി തൻ്റെ ജനത്തിലും ഒരേ ശരീരത്തിലും എല്ലാവരുടെയും ഐക്യം പുനഃസ്ഥാപിച്ചുകൊണ്ട്, കണ്ടോ, അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. സമാധാനം നമ്മോടുകൂടെ, സമാധാനം നമ്മോടുകൂടെ എന്ന് ഒരുപാട് പ്രാവശ്യം നമ്മൾ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഈ വചനത്തിൽ നിന്നാണ്. അവൻ നമ്മുടെ സമാധാനമാണ്. ലത്തീൻ ആരാധനത്തിൽ കർത്താവ് നമ്മോടുകൂടെ എന്ന പോലെ തന്നെയാണ് സുറിയാനിയിൽ സമാധാനം നമ്മോടുകൂടെ എന്ന പോലെയാണ്. മലങ്കരയിൽ ബാരക്കുമോർ ബാരക്കുമോർ എന്ന് പറഞ്ഞാൽ കർത്താവേ അങ്ങ് ഞങ്ങളോട് കൂടെ. നാഥ എന്നാണ് അർത്ഥം. കർത്താവ്, നാഥ, ഗുരുവേ അനുഗ്രഹിച്ചാലും. ബാരക്മോർ, കുരിയലായിസോൻ എന്ന് 3 പ്രാവശ്യം പറയണം. ബാരക്മോർ. അപ്പം സമാധാനം നമ്മോട് കൂടെ, കർത്താവ് നമ്മോട് കൂടെ, ഇതെല്ലാം ഒന്ന് തന്നെയാണ് അർത്ഥം. സമാധാനത്തിൻ്റെ രാജകുമാരൻ ശരീരമായി തീർന്ന വചനം, കുരിശു വഴി ഒരേ ജനത്തിലും ഒരേ ശരീരത്തിലും എല്ലാവരുടെയും ഐക്യം പുനഃസ്ഥാപിച്ചുകൊണ്ട്, ഒരേ ജനത്തിലും ഒരേ ശരീരത്തിലും എല്ലാവരുടെയും ഐക്യം പുനഃസ്ഥാപിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരെയും
ദൈവത്തോട് രമ്യപ്പെടുത്തി. എല്ലാ മനുഷ്യരെയും ദൈവത്തോട് രമ്യപ്പെടുത്തി. അപ്പം എല്ലാ മനുഷ്യരെയും ദൈവത്തോട് രമ്യപ്പെടുത്തി. രമ്യപ്പെടുത്തിയോ? പെടുത്തി. ഏതിലൂടെ? ശരീരമായി തീർന്ന വചനത്തിലൂടെയും തൻ്റെ പീഡാനുഭവത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും സ്വർഗാരോഹണത്തിലൂടെയും നമ്മളെ വീണ്ടും എല്ലാവരുമായിട്ട് രമ്യപ്പെടുത്തി, പിതാവുമായിട്ട്. സഭ അവളുടെ ആത്മാവ് മൂലമേകമാകുന്നു. സഭ അവളുടെ ആത്മാവ് മൂലമേകമാകുന്നു. വിശ്വസിക്കുന്നവരിൽ വസിച്ചുകൊണ്ടും സഭയിൽ മുഴുവനും നിറഞ്ഞു നിന്ന് അതിനെ ഭരിച്ചുകൊണ്ടും. സഭ പരിശുദ്ധാത്മാവിലാണ് നയിക്കപ്പെടുന്നത്. സഭ അവളുടെ ആത്മാവ് മൂലമേകമാകുന്നു. വിശ്വസിക്കുന്നവരിൽ വസിച്ചുകൊണ്ടും സഭയിൽ മുഴുവനും നിറഞ്ഞു നിന്ന് അതിനെ ഭരിച്ചുകൊണ്ടും. വിശ്വാസികളുടെ വിസ്മയനീയമായ ആ കൂട്ടായ്മയെ സൃഷ്ടിക്കുന്നതും. ഇന്നത്തെ പ്രവചനത്തിൽ എന്തോ പറയുന്നുണ്ടല്ലോ വിസ്മരണീയതയെക്കുറിച്ച്. വിശ്വാസികളുടെ വിസ്മരണീയമായ കൂട്ടായ്മയെ സൃഷ്ടിക്കുന്നതും ക്രിസ്തുവിൽ അവരെ ഇത്ര അവഗാഢമായി യോജിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. ഇവിടെ പറയുന്നത് കേട്ടോളൂ. സഭ അവളുടെ ആത്മാവ് മൂലമേകമാകുന്നു. വിശ്വസിക്കുന്നവരിൽ വസിച്ചുകൊണ്ടും സഭയിൽ മുഴുവനും നിറഞ്ഞു നിന്ന് അതിനെ ഭരിച്ചുകൊണ്ടും വിശ്വാസികളുടെ വിസ്മയനീയമായ കൂട്ടായ്മയെ സൃഷ്ടിക്കുന്നതും ക്രിസ്തുവിൽ അവരെ ഇത്ര അവഗാഢമായി യോജിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. അങ്ങനെ ഇത് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ അകത്ത് ചില പ്രതികരണം വരാണ്. എൻ്റെ ബ്രദറെ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ അങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, അതുകൊണ്ടല്ലേ സഭയിൽ നമ്മൾ കാണുമ്പോൾ ഒരുപാട് തെറ്റുകളും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതാണ് മറ്റൊരു വശം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഭ പരിശുദ്ധ കത്തോലിക്ക സഭയാണെങ്കിലും സഭ അശുദ്ധരുടെയും വിശുദ്ധരുടെയും ഒരു കൂട്ടായ്മയാണ്. അതായത് വിശുദ്ധീകരിക്കപ്പെടാനുള്ളവരും വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞവരുടെയും കൂട്ടായ്മയാണ് സഭ. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഈ സഭയുടെ ആഗോള വ്യാപകമായ 2000 വർഷമായ ഈ നന്മയുടെ ആ വലിയ സമൃദ്ധിയുടെ സാഹചര്യത്തിൽ സഭ തെറ്റുള്ളവരെയും പാപികളെയും എല്ലാം ഉൾപ്പെടുത്തുന്നു. അതിൽ ഏതുപോലെ സഭയുടെ അവയവങ്ങളിൽ ചില അവയവങ്ങൾ വളരെ പ്രധാനമുള്ളതും മറ്റവയവങ്ങൾ വളരെ പ്രധാനം കുറഞ്ഞതാണെങ്കിലും അതിനെയും ആവശ്യമാണ്. അതിനെ ആവശ്യമാണ്. ഈ നഗരമൊക്കെ നമ്മൾ വെട്ടിക്കളയണ സാധനങ്ങളാണ്. പക്ഷേ നഗരില്ലാതിരിക്കാൻ പറ്റുമോ എന്ന പോലെ. അപ്പം ഇതെല്ലാം ആ നന്മ, സഭയുടെ ആ വലിയ വിസ്മയനീയമായ ക്യാരക്ടർ മനസ്സിലായി കഴിയുമ്പോൾ അത് ഇപ്പോൾ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ, മുതിർന്നവർ തന്നെ ഇതാദ്യം മനസ്സിലാക്കണം. നമ്മൾ തന്നെ ഇത് മനസ്സിലാകുമ്പോൾ ഇൻസുലിൻ ഓർക്കുക, ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തു. ഇൻസുലിൻ നമ്മുടെ ശരീരം മുഴുവനും പെട്ടെന്ന് പ്രസരിക്കുന്ന പോലെ നമ്മൾ കുറച്ച് പേരിത് മനസ്സിലാക്കുമ്പോൾ അത് സഭ മുഴുവനും സാവധാനം പ്രസരിക്കും. അതാണ് സഭ അവളുടെ ആത്മാവ് മൂലമേകമാകുന്നു, വിശ്വസിക്കുന്നവരിൽ വസിച്ചുകൊണ്ടും. അപ്പോൾ ആത്മാവ് എവിടെയാ? വിശ്വസിച്ചവരിലാണ്, വിശ്വാസികളിലാണ്. വസിച്ചുകൊണ്ടും വിശ്വസിക്കുന്നവരിൽ വസിച്ചുകൊണ്ടും സഭയിൽ മുഴുവനും നിറഞ്ഞു നിന്ന് അതിനെ ഭരിച്ചുകൊണ്ടും വിശ്വാസികളുടെ വിസ്മയനീയമായ കൂട്ടായ്മയെ സൃഷ്ടിക്കുന്നതും ക്രിസ്തുവിൽ അവരെ ഇത്ര അവഗാഢമായി യോജിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. അങ്ങനെ അവിടെ നിന്നാണ് സഭയുടെ ഐക്യത്തിൻ്റെ പ്രഭവമായി പ്രവർത്തിക്കുന്നത്. 261
ഒന്നായിരിക്കുക എന്നത് സഭയുടെ സത്താപരമായൊരാവശ്യമാണ്. എത്ര വിസ്മരണീയമായ ഒരു രഹസ്യം ഇതാണ് വിശുദ്ധ ക്ലെമന്റ്. എല്ലാവർക്കും പിതാവായ ഒരുവൻ, എല്ലാവർക്കുമായ ഒരു വചനം, എല്ലായിടത്തുമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒന്ന്, കന്യകയായ അമ്മ ഒരുവൾ മാത്രം, അവളെ സഭ എന്ന് വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. വിശുദ്ധ ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ. ഇനി ഇതിൻ്റെ സൈഡിൽ എഴുതിയിരിക്കുന്ന ഒരു പാരഗ്രാഫ് ഒരു സ്പെഷ്യലായിട്ട് ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 766 സാധാരണ നമ്മൾ അങ്ങനെ 766 അത് വളരെ പ്രിയപ്പെട്ട ഒരു പാരഗ്രാഫാണ്. 766 സഭ ജനിക്കുന്നത് പ്രഥമമായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൽ മുൻകൂട്ടി നടത്തുകയും കുരിശിൽ പൂർത്തിയാക്കുകയും ചെയ്ത സമ്പൂർണമായ ആത്മദാനത്തിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, വളരെ പ്രധാനപ്പെട്ട ഒരു ഖണ്ഡികയാണിത്. സഭ ജനിക്കുന്നത് പ്രഥമമായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, അതായത് ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൽ മുൻകൂട്ടി നടത്തുകയും കുരിശിൽ പൂർത്തിയാകുകയും ചെയ്ത. ഇപ്പോൾ ദുഃഖവെള്ളിയാഴ്ച വിശുദ്ധ കുരിശിൽ ഈശോ ബലി അർപ്പിച്ചപ്പോഴാണ് അത് പൂർത്തിയായതെങ്കിലും വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൽ അത് മുൻകൂട്ടി നടത്തി. കണ്ടോ, വിശുദ്ധ കുർബാനയിൽ അത് മുൻകൂട്ടി നടത്തി. തൻ്റെ ആത്മബലി അർപ്പണം കുരിശിൽ പൂർത്തിയായി, അത് ശരീരത്തിൽ പൂർത്തിയാക്കി ചെയ്ത സമ്പൂർണമായ ആത്മദാനത്തിൽ നിന്നാണ് സഭ ഉത്ഭവിക്കുന്നത്. ക്രൂശിതനായ യേശുവിൻ്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയ രക്തവും ജലവും സഭയുടെ ഉദ്ഭവത്തെയും വളർച്ചയെയും പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രൂശിതനായ യേശുവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ രക്തവും ജലവും സഭയുടെ ഉദ്ഭവത്തെയും വളർച്ചയെയും പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നു. എന്തെന്നാൽ കുരിശിൽ മരണനിദ്രയിലായിരുന്ന ക്രിസ്തുവിൻ്റെ പാർശ്വത്തിൽ നിന്നാണ് സഭ മുഴുവനുമാകുന്ന വിസ്മയനീയമായ കൂദാശ ബഹിർഗമിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങുന്ന ആദത്തിൻ്റെ പാർശ്വത്തിൽ നിന്ന് ഹവ്വ രൂപവത്കരിക്കപ്പെട്ടതുപോലെ കുരിശിൽ തുറക്കപ്പെട്ട മരിച്ച ക്രിസ്തുവിൻ്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നാണ് സഭ ജനിച്ചത്. വിസ്മയനീയത ഇതാ നമ്മളിലേക്ക് തുറക്കപ്പെടുന്നു. ഇത് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതൊന്നുമല്ല. സ്നേഹമുള്ളവരെ, നമുക്ക് ഒന്നുകൂടി ഇത് ശ്രദ്ധയോടെ കേൾക്കുക. ഇത് കേൾക്കുന്ന സമയത്ത് ആ വിസ്മയനീയത ഞങ്ങളിൽ തുറക്കണമേ. കർത്താവേ, ഇത് മനസ്സിലാക്കാൻ ഞങ്ങളുടെ ബുദ്ധിക്കോ ഞങ്ങളുടെ ചിന്തയ്ക്കോ ഒന്നും സാധ്യമല്ല. പരിശുദ്ധാത്മാവേ, ആ സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനുമായ ദൈവമേ, ഈ രഹസ്യങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇത് ഞങ്ങളിലേക്ക് തുറക്കണമേ. ഒരിക്കൽ കൂടി, സഭ ജനിക്കുന്നത് പ്രഥമമായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, അതായത് ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൽ മുൻകൂട്ടി നടത്തുകയും കുരിശിൽ പൂർത്തിയാകുകയും ചെയ്ത സമ്പൂർണമായ ആത്മദാനത്തിൽ നിന്നാണ്. ആ ബലി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ, ഈശോയുടെ ആത്മദാനമാണ്. ക്രൂശിതനായ യേശുവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ രക്തവും ജലവും സഭയുടെ ഉത്ഭവത്തെയും വളർച്ചയെയും പ്രതീകാത്മകമായി സൂചിപ്പിച്ചു. എന്തെന്നാൽ കുരിശിൽ മരണനിദ്രയിലായിരുന്ന ക്രിസ്തുവിൻ്റെ പാർശ്വത്തിൽ നിന്നാണ്
സഭ മുഴുവനുമാകുന്ന വിസ്മയനീയമായ കൂദാശ ബഹിർഗമിച്ചത്. ഉറങ്ങുന്ന ആദത്തിൻ്റെ പാർശ്വത്തിൽ നിന്ന് ഹവ്വ രൂപവത്കരിക്കപ്പെട്ടതുപോലെ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച ക്രിസ്തുവിൻ്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നാണ് സഭ ജനിച്ചത്. ഈശോയേ നന്ദി. പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ എന്തോ ഒരു ഭാഗ്യമുള്ളവരാണ്. ഓ ദൈവമേ, ആ സഭയിലെ മക്കളായി നമ്മൾ ജനിക്കുകയും ആ സഭയുടെ വിശ്വാസത്തിൻ്റെ ഈശോയുടെ പാർശ്വത്തിൽ നിന്നൊഴുകിയ ആ കൂദാശകളിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. നമുക്ക് സ്തുതിക്കാം, നമുക്ക് നന്ദി പറയാം.